ക്ലോക്കിലെ കോണളവുകൾ പാർട്ട് 3. ക്ലോക്കിലെ മിനിറ്റ് സൂചി ഓരോ 5 മിനിറ്റിലും 30 ഡിഗ്രി വീതവും മണിക്കൂർ സൂചി എത്ര മിനിറ്റാണോ അതിൻ്റെ പകുതി ഡിഗ്രിയും നീങ്ങുന്നു എന്ന് നാം ക്ലോക്കിലെ കോണളവ് 1-ാം ഭാഗത്തിൽ പഠിച്ചു. അതായത് 12-ൽ നിന്ന് 1-ലേക്ക് എത്തുമ്പോൾ മിനിറ്റ് സൂചി 30 ഡിഗ്രി നീങ്ങുന്നു. അങ്ങനെ പോയി 12-ൽ നിന്ന് 3-ലേക്ക് എത്തുമ്പോൾ മിനിറ്റ് സൂചി 90 ഡിഗ്രി നീങ്ങുന്നു. പിന്നെ 4-ലേക്ക് എത്തുമ്പോൾ 120 ഡിഗ്രി, 6-ലേക്ക് എത്തുമ്പോൾ 180 ഡിഗ്രി എന്നിങ്ങനെ മിനിറ്റ് സൂചി നീങ്ങുന്നു എന്നെല്ലാം നാം പഠിച്ചു. ഇനി മണിക്കൂർ സൂചി എത്ര മിനിറ്റാണോ അതിൻ്റെ പകുതി ഡിഗ്രിയാണ് നീങ്ങുന്നത്. ഇവിടെ 30 മിനിറ്റ്, ഒരു മണിക്കൂർ 30 മിനിറ്റ്. 30 മിനിറ്റിൽ മണിക്കൂർ സൂചി 30ന്റെ പകുതി, അതായത് 15 ഡിഗ്രിയാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? 1:30 ആണ്. അപ്പോൾ 1 തൊട്ടിട്ട് എണ്ണി തുടങ്ങാം. മിനിറ്റ് സൂചി എത്ര നീങ്ങി എന്ന് ആദ്യം നോക്കാം. 30, 60, 90, 120, 150 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി നീങ്ങിയത്. ഇനി മണിക്കൂർ സൂചിയോ? മണിക്കൂർ സൂചി 30ന്റെ പകുതി 15 ഡിഗ്രി ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഈ കോണളവ് കണക്കാക്കുമ്പോൾ ആ 15 ഡിഗ്രി കുറയ്ക്കണം. അപ്പോൾ 150 ഡിഗ്രി കുറയ്ക്കണം 15 ഡിഗ്രി സമം 135 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ചാലോ? 135 ഡിഗ്രി കോണളവാകുമ്പോൾ എന്തായിരിക്കും സമയം എന്നൊന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ മിനിറ്റ് സൂചി നീങ്ങുന്നത് 30, 60, 90, 120, 150 എന്നിങ്ങനെയാണ്. ഓരോ 5 മിനിറ്റിലും 30 ഡിഗ്രി വീതം. അപ്പോൾ നമുക്ക് 135 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള 30ന്റെ ഗുണിതം, അതിവിടെ എത്രയാണ്? 135 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് 150 ഡിഗ്രിയാണ്. അപ്പോൾ 150-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 135 ഡിഗ്രി കിട്ടുക? 150-ൽ നിന്ന് 15 കുറയ്ക്കണം. അപ്പോൾ 135 ഡിഗ്രി കിട്ടും. 15 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, 15 ഡിഗ്രി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് മണിക്കൂർ സൂചി എത്ര നീങ്ങി എന്നുള്ളതാണ്. മണിക്കൂർ സൂചി എത്ര നീങ്ങിയത്? 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്. 30 മിനിറ്റിന് എങ്ങനെയാ ക്ലോക്ക് വരയ്ക്കുക? 30 മിനിറ്റില് ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 6-ലേക്ക് ആക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ് വരേണ്ടത്? ഈ മിനിറ്റ് സൂചിയിൽ നിന്ന് എണ്ണ 30, 60, 90, 120, 150. 150-ൽ നിന്ന് 15 കുറയ്ക്കണം, അതായത് 30ന്റെ പകുതി. അപ്പോൾ 150-ൽ നിന്ന് 15 കുറച്ചതാണ് 135 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 15 ഡിഗ്രി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. മിനിറ്റ് സൂചി 6-ലാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഇങ്ങോട്ട് എണ്ണി നോക്കി 150 വരെ എണ്ണിയാൽ 1 എന്ന് കിട്ടും. അപ്പോൾ 1ന്റെ അവിടേക്ക് നേരെ അല്ലല്ലോ വരയ്ക്കാം. മണിക്കൂർ സൂചി 15 ഡിഗ്രി ഇങ്ങോട്ട് നീങ്ങിയില്ലേ? അപ്പോൾ എത്രയാണ് സമയം? 1:30. സമയം 1:30. ഇനി നാം ക്ലോക്കിലെ കോണളവ് 2-ാം ഭാഗത്തിൽ പഠിച്ചു. ഒരു സമയം കൂടി എളുപ്പം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ ക്ലോക്കിന്റെ ഫേസ് എന്നാ പറയാ, ഫേസ് ഓഫ് ദ ക്ലോക്ക് എന്നാ പറയാ. ഈ ക്ലോക്ക് ഒന്ന് കണ്ണാടിയിൽ കാണിച്ചു നോക്കൂ. എത്രയാണ് സമയം എന്നൊന്ന് സ്വയം കണ്ടെത്തി നോക്കൂ. നമുക്ക് കിട്ടും. പ്രതിബിംബത്തിലെ സമയം എങ്ങനെ കണക്കാക്കാം എന്നുള്ളത് 2-ാം ഭാഗത്തിൽ പഠിച്ചു. ഇവിടെ 11:60-ൽ നിന്ന് 1:30 കുറയ്ക്കണം. 1:30 കുറച്ചാൽ 10:30. 10:30 ആയിരിക്കും പ്രതിബിംബത്തിലെ സമയം. ഇനി 10:30-യുടെ കോണളവ് എത്രയാണ്? ഒന്ന് എണ്ണി നോക്കാം. 10:30 ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ 10 കഴിഞ്ഞിട്ടാണ്.
അപ്പൊ അത് കൂട്ടുകയാണ് വേണ്ടത് എന്ന് നാം ആദ്യ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാലോ, 10 കഴിഞ്ഞിട്ടുള്ള കോണളവ് 30, 60, 90, 120. പിന്നെ ഇവിടെ ഇതും കൂടി കൂട്ടണം, 120ഉം 15ഉം 135 ഡിഗ്രി. അപ്പോൾ 135 ഡിഗ്രി ഉള്ള 2 സമയം നമുക്ക് കിട്ടി. ഇനി വേറെയും സമയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന 2 സമയം ഇതാണ്. 6:40ന്റെയും കൂടി നോക്കാം. 6:40ന്റെ എത്ര ഡിഗ്രി ആയിരിക്കും? 6:40. അപ്പൊ 6ൽ നിന്ന് തുടങ്ങണം. 30, 60. 60ൽ നിന്ന് എത്രയാ കുറയ്ക്കേണ്ടത്? 40ന്റെ പകുതി. 40ന്റെ പകുതി എത്രയാണ്? 20. അപ്പോൾ 60ൽ നിന്ന് 20 പോയാൽ 40 ഡിഗ്രി. ഇനി 40 ഡിഗ്രി ആണെങ്കിൽ എത്രയാണ് സമയം എന്നെങ്ങനെയാണ് കണക്കാക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞു 30ന്റെ ഗുണിതങ്ങൾ 30, 60, 60ന്റെ തൊട്ട് താഴെയാണ് 40. അപ്പോ 60ൽ നിന്ന് എത്ര കുറച്ചാലാണ് 40 കിട്ടുക? 60ൽ നിന്ന് 20 കുറച്ചാലാണ് 40 കിട്ടുക. 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ മണിക്കൂർ സൂചി എത്ര നീങ്ങി എന്നുള്ളതിൻ്റെയാണ്. മണിക്കൂർ സൂചി എത്രയാ നീങ്ങിയത്? എത്ര മിനിറ്റ് ആണോ അതിന്റെ പകുതി ഡിഗ്രിയാണ് നീങ്ങുക. അപ്പൊ എത്ര ഡിഗ്രി ആണോ അതിന്റെ ഇരട്ടി മിനിറ്റ് ആണ് നീങ്ങുക. അപ്പോ 20ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാല് 40. അപ്പൊ 40 മിനിറ്റ് ആണ് മിനിറ്റ് സൂചി അടയാളപ്പെടുത്തേണ്ടത്. 40 മിനിറ്റ് എവിടെയാണ് അടയാളപ്പെടുത്തുക? 8ലാണ് അടയാളപ്പെടുത്തുക. 8ല് മിനിറ്റ് സൂചി അടയാളപ്പെടുത്തിയാൽ പിന്നെ 60 എന്ന് എണ്ണണം. അപ്പോൾ 30, 60. 60 എണ്ണി 6ലെത്തും. അപ്പൊ 6:40 ആണ് സമയം. 6:40. ഇനി ഇതിന്റെ ഒരു സമയം കൂടി കണ്ടെത്താമല്ലോ. എങ്ങനെ? പ്രതിബിംബം നോക്കിയാല് ഒരു സമയം കൂടി എളുപ്പത്തിൽ കണ്ടെത്താം. അതേതാ സമയം? 11:60ൽ നിന്ന് 6:40 കുറച്ചാൽ 5:20. 5:20നും എത്രയാണ് ഡിഗ്രി അളവ്? 5:20. 5ൽ 5ഉം 20. അപ്പൊ 30 ഡിഗ്രി. മണിക്കൂർ സൂചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ 20ന്റെ പകുതി 10. 10 ഡിഗ്രി കൂട്ടുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ 30ഉം 10ഉം 40. അത് നാം ക്ലോക്കിലെ കോണളവ് എന്നതിന്റെ 1-ാം ഭാഗത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. മറ്റൊരു സമയം 5:20. ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിന്റെ വിരിവ് 20 ഡിഗ്രി ആണെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു സമയം എഴുതുക. വിരിവ് 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി എന്ന് പറഞ്ഞാല് തൊട്ടടുത്ത ഗുണിതം 30ന്റെ ഗുണിതം 30 ഡിഗ്രി. 30 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രി കുറച്ചാലാണ് 20 ഡിഗ്രി കിട്ടുക. 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 10ന്റെ ഇരട്ടി മിനിറ്റ്, 20 മിനിറ്റ്. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെയാണ് വരയ്ക്കുക? 4ൽ വരയ്ക്കണം. പിന്നെ 4ൽ വരച്ചാല് പിന്നെ 30 ഡിഗ്രി അല്ലേ? അപ്പൊ ഒരെണ്ണേ വേണ്ടു. അപ്പൊ എത്രയാ സമയം? 3:20. ഇനി ഒരു സമയം കൂടി എഴുതാൻ പറ്റുമോ? യെസ്. ഇതിന്റെ പ്രതിബിംബത്തിലെ സമയം കണ്ടാൽ മതി. പ്രതിബിംബത്തിലെ സമയം കാണാൻ 11:60ൽ നിന്ന് 3:20 കുറച്ചാൽ 8:40. 8:40നും എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി.